ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ഒരു ഓഡിയോയ്ക്ക് വന്നിരിക്കുന്ന കോപ്പിറൈറ്റ് ക്ലെയിം ഇത് ഡിസ്പ്യൂട്ട് ചെയ്യുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നലത്തെ വീഡിയോയിൽ കമന്റ് അയച്ചതിൽ നിന്നും ആരാണ് വിജയി എന്ന് നോക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് വിജയി. ഇവരുടെ ചാനൽ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കമ്മ്യൂണിറ്റി ടാബിലെല്ലാം കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നിങ്ങളുടെ ചാനലിനും ഒരു ഫ്രീ പ്രൊമോഷൻ എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോയിൽ വന്നിരിക്കുന്ന കോപ്പിറൈറ്റ് ക്ലെയിം ഡിസ്പ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ കണ്ടന്റ് എന്നതിൽ പോവുക. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്നും നമ്മുടെ വീഡിയോയിൽ റെസ്ട്രിക്ഷൻസ് എന്നൊരു ഫീൽഡ് കാണാം. ഇതിനു താഴെയായി എന്തെങ്കിലും കോപ്പിറൈറ്റ് ക്ലെയിം എല്ലാം നമ്മുടെ വീഡിയോയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് വന്നിരിക്കുന്ന കോപ്പിറൈറ്റ് ക്ലെയിമാണ് ഇവിടെ കാണുന്നത്. ഇതിന് മുകളിലായി ഞാൻ മൗസ് പോയിന്റ് കൊണ്ടുവരുമ്പോൾ എനിക്ക് സീ ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ കോപ്പിറൈറ്റ് ക്ലെയിം ഇൻഫർമേഷൻ എല്ലാം കാണാൻ സാധിക്കും. ഇനി നമ്മൾ പോകേണ്ടത് ആക്ഷൻസ് എന്നതിലാണ്. ആക്ഷൻസിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡിസ്പ്യൂട്ട് എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കുറച്ച് പോയിന്റ്സ് ആണ് തന്നിരിക്കുന്നത്. അതായത് ഞാൻ ഈ ഓഡിയോയുടെ CD അല്ലെങ്കിൽ DVD എല്ലാം പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ ഓഡിയോ ഇടുന്നതിൽ നിന്ന് ബെനിഫിറ്റ്സ് ഒന്നും നേടുന്നില്ല, അതായത് പണമൊന്നും സമ്പാദിക്കുന്നില്ല. അതുമല്ലെങ്കിൽ മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നത്, നമ്മൾ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഓഡിയോ സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ ഓഡിയോ ഓണർക്ക് ക്രെഡിറ്റ് നൽകിയിരുന്നു, അതായത് ഓഡിയോ ഓണറെ നമ്മുടെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ കാരണങ്ങൾ കൊണ്ടൊന്നും നമ്മുടെ കോപ്പിറൈറ്റ് ക്ലെയിം ഒഴിവായി കിട്ടില്ല. അതിനാൽ തന്നെ ഇതൊന്നും ഒരു വാലിഡ് ഡിസ്പ്യൂട്ട് പോയിന്റ് അല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതിനാൽ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല ഡിസ്പ്യൂട്ട് ചെയ്യുന്നത് എന്നത് ടിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെയാണ് ഡിസ്പ്യൂട്ട് ചെയ്യാനുള്ള റീസൺ എന്താണ് എന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നത്. ഞാൻ ഈ ഓഡിയോ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ നേരത്തെ എടുത്തിട്ടുള്ളതാണ്. അതിനാൽ ഞാൻ ലൈസൻസ് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം കണ്ടിന്യൂ എന്ന് കൊടുത്തു. ഇനി ഇവിടെ വീണ്ടും ഒരു ഡിക്ലറേഷൻ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഐ ഹാവ് പെർമിഷൻ ടു യൂസ് ദിസ് കണ്ടന്റ് ഫ്രം ദി കോപ്പിറൈറ്റ് ഓണർ എന്ന് സെലക്ട് ചെയ്തു. വീണ്ടും കണ്ടിന്യൂ ചെയ്തതിന് ശേഷം ഇനി നമ്മുടെ ലൈസൻസ് ഇൻഫർമേഷൻ ഫിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ലഭിക്കുന്നത്. അതിനാൽ തന്നെ ഞാൻ ഈ ഓഡിയോ സ്റ്റോറി ബ്ലോഗ്സിൽ നിന്നും പർച്ചേസ് ചെയ്തതാണെന്നും എനിക്കിത് ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഉണ്ടെന്നുമാണ് കൊടുക്കുന്നത്. ഇനി താഴെ വന്നിരിക്കുന്ന റിവ്യൂ സ്റ്റേറ്റ്മെന്റ് ബോക്സസ് ടിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ സിഗ്നേച്ചർ ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഫുൾ നെയിം അല്ലെങ്കിൽ ചാനൽ നെയിം എല്ലാം കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഡിസ്പ്യൂട്ടിന്റെ ഫൈനൽ സ്റ്റേജിലാണ്. ഇനി നമുക്ക് ഇവിടെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ സബ്മിറ്റ് എന്ന് കൊടുക്കാം. ഇപ്പോൾ സ്പോട്ടിൽ തന്നെ ഈ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം സോൾവ് ആയിട്ടുണ്ട്. അതിനാൽ തന്നെ YT സ്റ്റുഡിയോയിൽ റെസ്ട്രിക്ഷന് താഴെ വരുമ്പോൾ നമുക്ക് ഈ ഒരു റെസ്ട്രിക്ഷൻ, അതായത് കോപ്പിറൈറ്റ് ക്ലെയിം എന്നത് ഇപ്പോൾ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നില്ല എന്ന് കാണാം. ഇതിനുശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്ത ഡിസ്പ്യൂട്ട് ഇത് മ്യൂസിക് ഓണറിലേക്ക് എത്തുകയും അവർക്ക് ഇത് റിവ്യൂ ചെയ്ത് റെസ്പോണ്ട് ചെയ്യുന്നതിന് 30 ദിവസം യൂട്യൂബ് അനുവദിച്ചിട്ടുണ്ട്. 30 ദിവസത്തിനുള്ളിൽ കോപ്പിറൈറ്റ് ഓണർ തിരിച്ചു വന്നില്ല എങ്കിൽ ഈ കോപ്പിറൈറ്റ് ക്ലെയിം ഇത് ഓട്ടോമാറ്റിക്കായി റിലീസ് ആകും. ഇതാണ് നിങ്ങൾ ഓഡിയോ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ നേരത്തെ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കോപ്പിറൈറ്റ് ക്ലെയിം എല്ലാം വരുമ്പോൾ ഫിക്സ് ചെയ്യേണ്ട രീതി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഉപകാരപ്പെടുന്നു എന്ന് തോന്നിയാൽ അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്